നമുക്കിന്ന് വളരെ ടേസ്റ്റുള്ളൊരു വെള്ളക്കടല മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി 1.5 കപ്പ് കുതിർത്ത കടല, അതിലേക്ക് ഒരു വലിയ തക്കാളി, 2 പച്ചമുളക്, ഒരു വലിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നമുക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 3 വിസിലെങ്കിലും വെച്ച് വേവിച്ചെടുക്കണം. കടലയുടെ വേവിനനുസരിച്ച് നമുക്ക് വിസിൽ കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ പെരുംജീരകം, 1/2 സ്പൂൺ നല്ല ജീരകം, ഒരു ചെറിയൊരു കപ്പ് തേങ്ങ കുറച്ച് മതി, ഒരു 3 സ്പൂൺ മതിയാവും. ഇവയെല്ലാം നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഒരു വലിയൊരു ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ കടല നന്നായി വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 സ്പൂൺ കടല മാറ്റിയെടുത്ത് നമുക്ക് നമ്മുടെ മസാലയുടെ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ച പേസ്റ്റ് നമ്മൾ വേവിച്ച് വെച്ച കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 10 മിനിറ്റെങ്കിലും നമ്മുടെ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് 1 സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഈ ക്രീം കൂടി ചേർക്കുമ്പോൾ നമ്മുടെ കടലക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കിയെടുക്കാം. ക്രീം ചേർത്താൽ പിന്നെ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.